ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സുകാർക്ക് നമ്മുടെ ചാനൽ നടത്തുന്ന നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം ടിപ്സാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളാണ്. ഇന്ന് നമ്മൾ ടീച്ചർ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 5th വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിലെ 5th വീഡിയോ. ആ വീഡിയോയിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പരീക്ഷയ്ക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അതിലേതെങ്കിലും 1-2 ക്ലൗഡുകൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ, അല്ലെ അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ, അങ്ങനെ ഏതെങ്കിലും ടൈപ്പിലൊക്കെ ക്ലൗഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഓറോഗ്രാഫിക് റെയിൻഫോൾ. അത് നിങ്ങൾ പഠിച്ചോണം. ഇപ്പം നിങ്ങൾ എഴുതി വെച്ചോണം. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് വരും, ഷുവറായിട്ട് വരും എന്നാണ് ടീച്ചർ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് 3. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ചാനൽ കയറി കാണണം. നിങ്ങൾ ആ ക്ലാസ് ഒന്നുകൂടെ വ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. എന്താണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇൻറ്റു 100. അതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇത് എഴുതുമ്പോൾ നമുക്ക് 4 മാർക്ക് ഷുവറായി. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. നമ്മൾ പലതരം ക്ലൗഡ്സിൻ്റെ പേരൊക്കെ അവിടെ പറഞ്ഞു. സ്ട്രാറ്റസ് ക്ലൗഡ്, നിംബസ് ക്ലൗഡ്, ക്യുമുലസ് ക്ലൗഡ്സ്, അല്ലേ? അപ്പോൾ എല്ലാ ക്ലൗഡ്സും പഠിക്കുക. അതിൽ ഒരു സ്പെഷ്യലായിട്ട് പറയണമെങ്കിൽ നിംബസ് ക്ലൗഡ്, ഇറ്റ് ഈസ് ദ റെയിൻ ക്ലൗഡ്, ഡാർക്ക് കളർ. ഓക്കെ. എല്ലാ ക്ലൗഡ്സിനെ പറ്റി പഠിക്കുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റെയിൻഫോളാണ്. 3 ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഉണ്ട്. ഓറോഗ്രാഫിക് റെയിൻഫോൾ, കൺവെൻഷണൽ റെയിൻഫോൾ ആൻഡ് ബോർഡർ റെയിൻഫോൾ. അതിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ് ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അതിൻ്റെ ഡയഗ്രാം പ്ലസ് എക്സ്പ്ലനേഷൻ. എന്താണ് ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ? ഒരു മൗണ്ടൻ പിന്നെ ക്ലൗഡ്സിനെ ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ കണ്ടൻസേഷൻ സംഭവിക്കുകയും ആ വാട്ടർ ബോഡിയുള്ള ഏരിയയിൽ അത് മഴയായിട്ട് അല്ലെ റെയിനായിട്ട് പൊഴിയുകയും ചെയ്യുന്നു. ആ മലയുടെ അങ്ങേ സൈഡ് റെയിൻ ഷാഡോ ഏരിയ ആയിട്ട് മാറുന്നു. അതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഡയഗ്രാം പഠിക്കണം, എക്സ്പ്ലനേഷൻ പഠിക്കണം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ 5th പാർട്ടിൽ നിന്നും പറഞ്ഞിരിക്കുന്നു. ഇത് 3ഉം ഷുവറാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സാം അടുത്ത നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ വ്യൂ ചെയ്യുക. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.